നമസ്കാരം. ഞാൻ ബിജീഷ്. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം. നിഫ്റ്റിയുടെ കറണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. നിഫ്റ്റിയിലും സ്ട്രോങ് ആയിട്ടൊരു ബൈ മൊമെന്റം ഈ ഒരു ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മളൊരു ട്രെൻഡ് റിവേഴ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അതിനുശേഷം നിഫ്റ്റി ആയാലും ഈ ഒരു ലെവൽ എത്തിയതിനു ശേഷം 24,375 നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഈ റേഞ്ചിൽ എത്തുമ്പോൾ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു പ്രഷറിന്റെ ഒരു സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഇവിടെ ഒരു പ്രഷർ വരുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമ്മളത് സൂചിപ്പിച്ചിരുന്ന ഈ ഒരു ലെവലിൽ മാർക്കറ്റിൽ ഒരു പ്രഷർ വരാനായിട്ട് സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിൽ ഒരു പ്രഷർ തന്നെയാണ്. ഫർദർ ആയിട്ടൊരു ബൈര മൂവ്മെന്റ് 24,375 മുകളിലേക്ക് ഹോൾഡ് ചെയ്യാതെ ഫർദർ ആയിട്ടുള്ള ബൈര ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നിന്ന് ലഭിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ നിഫ്റ്റിക്കായാലും 24,375 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഒരു പ്രഷറാണ് മാർക്കറ്റിൽ വന്നിരുന്നത്. മാത്രമല്ല നമ്മൾ 24,200 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സാധ്യത, ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യതയും നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൊമെന്റത്തിന്റെ ആ ഒരു പ്രഷർ, താഴത്തേക്കുള്ള ഒരു പ്രഷർ 24,200 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളിലായാലും വരും ആഴ്ചകളിലായാലും നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ലോങ് ടേം ട്രെൻഡ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന്. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ ഈ ഒരു ലെവലിൽ നിന്ന് പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകളുണ്ട്. അപ്പോൾ ഇതൊരു ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ പല ടൈപ്പ് മാർക്കറ്റ് സിറ്റുവേഷൻ നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിൽ റിവേഴ്സലായപ്പോൾ ഇതിന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയപ്പോൾ, ഇവിടെ ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയപ്പോൾ നമ്മളത് സൂചിപ്പിച്ചിരുന്നു ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സലാണ്. ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സൽ സൂചിപ്പിച്ചതിന് ശേഷം വലിയൊരു ഫാളാണ് മാർക്കറ്റിൽ വന്നിരുന്നത്. പക്ഷെ ഇതൊരു ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സൽ അല്ല, ഒരു ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു പ്രഷറാണ്. ഓരോ സപ്പോർട്ട്, അതായത് തൊട്ടടുത്തൊക്കെ സപ്പോർട്ടുകളുണ്ട്. അതായത് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ട്, ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ട്. ഈ രണ്ട് സപ്പോർട്ടുകളും നിഫ്റ്റിയിൽ നിലനിർത്താനായിട്ടൊരു സാധ്യതയുണ്ട്. പക്ഷെ ഹയർ ലെവൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസും ഉണ്ട്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് എങ്ങോട്ടാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്കൊരു കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ പഴയ ആ ഒരു മാർക്കറ്റ് ഇതേപോലത്തെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റത്തിന്റെ ആ ഒരു പ്രഷർ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ മൂവ്മെന്റത്തിന്റെ പ്രഷർ മാർക്കറ്റിൽ അവസാനിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് രണ്ട് സൈഡിലേക്കുള്ള ഒരു മൊമെന്റം, സെൽ സൈഡിലേക്കും ബൈ സൈഡിലേക്കുള്ളൊരു പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതേ രീതിയിൽ എപ്പോഴും മാനേജ് ചെയ്യുക. ലോങ് ടേം വ്യൂവിൽ നിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഇനി ഫർദർ ബൈര ഓപ്പർച്യൂണിറ്റി 24,375 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ലോവർ ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായാലും നിഫ്റ്റി ബൗൺസ് ചെയ്തിരിക്കുന്നത് ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ്. 23,866 സപ്പോർട്ട്. അതേപോലെ തന്നെ 23,630. ഈ രണ്ട് സപ്പോർട്ടുകളും മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകളാണ്. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള ഒരു ശ്രമം മാർക്കറ്റ് നടത്തും. കാരണം മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഈ ഒരു മൂവ്മെന്റ് ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് മാർക്കറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് എത്തുന്ന ഒരു സമയത്ത് മാർക്കറ്റിനെ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ലെവലിൽ നിന്നെല്ലാം ബൗൺസ് ചെയ്യാനുള്ളൊരു പ്രഷർ മാർക്കറ്റിൽ നടത്തും. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയിലായാലും ശ്രദ്ധിക്കേണ്ടത് ഇൻട്രാഡേയിൽ ഏതാണോ റെസിസ്റ്റൻസ്, 24,050 മുകളിൽ റെസിസ്റ്റൻസ് ആണ്. 240 ഇൻട്രാഡേ ലെവൽ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുതരാം. ഇതിൻ്റെ ഒരു മുകളിലേക്കാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഈ ഹൈർ അടുത്തേക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത, ഇത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 24,050 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഹൈർ അടുത്തേക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ, അതായത് 24,230 ആ ഒരു റേഞ്ചിന്റെ അടുത്തേക്ക് ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യും. എപ്പോഴും സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം. കഴിഞ്ഞ ദിവസത്തെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു 24,375. ഇതാണ് റെസിസ്റ്റൻസ് ലെവൽ. അപ്പൊ റെസിസ്റ്റൻസിന്റെ താഴെ എപ്പോഴും ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. അത് മാത്രമല്ല ഇൻട്രാഡേ സപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നത് 24,240 ആണ്. 240 താഴെ
പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുമാത്രമല്ല, നമ്മൾ നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് തിരിച്ച് ബൗൺസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ നിഫ്റ്റിയിൽ സംഭവിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് മനസ്സിലാക്കാം, മാർക്കറ്റിന്റെ മൊമെന്റം ബോത്ത് സൈഡിലേക്ക് ഒരു പ്രഷർ മാർക്കറ്റുണ്ട്. ബൈ സൈഡ് മാത്രം സ്ട്രോങ് ആയിട്ടുള്ള പ്രഷർ കിട്ടില്ല, അതുപോലെ സെൽ സൈഡും സ്ട്രോങ് ആയിട്ടുള്ള പ്രഷർ കിട്ടില്ല. അപ്പോൾ മാർക്കറ്റിൽ എന്തൊക്കെ ഒരു ന്യൂസ് വന്നാലും മാർക്കറ്റിന്റെ ഒരു മൊമെന്റം ഇതേ രീതിയിലായിരിക്കാനാണ് സാധ്യത. നിഫ്റ്റിയുടെ ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 23,075 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി ഈ ലെവലിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 23,075 മുകളിൽ 23,240 റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 23,240 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത് 23,075 തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 23,240 മുകളിലാണെങ്കിൽ ഈ രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും ട്രേഡ് നടക്കുന്നത്. 23,335, 23,240 ഈ റേഞ്ചിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് എപ്പോഴും തീരുമാനം എടുക്കുക. ഹയർ ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 23,375 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി ഫർദർ ആയിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ലെവലിൽ നിന്ന് ഒരു വീക്ക്നെസ് നിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലെവലിലായാലും നമ്മൾ 24,240 താഴത്തേക്ക് 200 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ അതിന്റെ ടാർഗറ്റ് ഈ ഒരു ലെവൽ വരെയാണ് വന്നിരുന്നത്. മാക്സിമം ആ ഒരു ടാർഗറ്റ് ലെവൽ എത്തി. അതിനുശേഷമുള്ള ഒരു ബൗൺസ് ആണ് മാർക്കറ്റിൽ വന്നിരുന്നത്. ഹയർ ലെവലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 23,075 താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 23,875 ആണ് സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യത വരുന്നത്. 23,875, 23,920 എന്ന് പറയുന്ന സപ്പോർട്ട് റേഞ്ച് ആണ് ഇവിടെ സപ്പോർട്ടായിട്ട് സാധ്യത വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 23,920 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ ഒന്നല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തു നിന്നുള്ള എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തു നിന്നായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 23,875 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈമിന്റെ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ പോകുന്ന ഒരു സമയത്ത് നിഫ്റ്റിയിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ വരുന്നത് 23,740 അതുപോലെ തന്നെ 23,600 അടുത്താണ് 610. അപ്പൊ ഈ രണ്ട് റേഞ്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വരും ദിവസങ്ങളിലായാലും വരും ആഴ്ചകളിലായാലും ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിഫ്റ്റിയിലും ഈ സപ്പോർട്ടിന്റെ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, എവിടെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്, അതിനനുസരിച്ച് ഇൻട്രാഡേയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ച് ട്രെയിനിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.